ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് റാം സിമെൻറ്റ് കമ്പനിയുടെ ഒരു ട്രയൽ ബാലൻസ് ആണ്. 31 മാർച്ച് 2025 ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കുക. ആദ്യമേ തന്നെ അതിൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റം ആണെങ്കിൽ ബിന്നോ അല്ലെങ്കിൽ അസറ്റ് ആണെങ്കിൽ അസറ്റ് എ എന്നുള്ള രീതിയിലൊന്ന് മാർക്ക് ചെയ്യാം, ലയബിലിറ്റി ആണെങ്കിൽ എൽ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നതാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. തന്നിരിക്കുന്ന ഐറ്റംസ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ ഡെബിറ്റ് ബാലൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമേ സ്റ്റോക്കാണ് തന്നിരിക്കുന്നത് 1/4/2024. അപ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും കാണിക്കുക. ഇനി പർച്ചേസസ് അതും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും കാണിക്കുന്നത്. വേജസ് പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും കാണിക്കുക. ഇനി ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. സോ ബാലൻസ് ഷീറ്റിലായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. സാലറീസ് ഒരു എക്സ്പെൻസ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും അത് റെക്കോർഡ് ചെയ്യുക. ദെൻ റെൻറ്റ് എക്സ്പെൻസ് ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ സൺട്രി എക്സ്പെൻസ് ആണ്. സോ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത ഐറ്റം ഡിവിഡൻഡ് പെയ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഇയറിൽ ഡിവിഡൻഡ് എത്ര പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ. ഇനി അടുത്തത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്. സോ ബാലൻസ് ഷീറ്റിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ മെഷീനറി അസറ്റ് ബാലൻസ് ഷീറ്റിലായിരിക്കും. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. ഇപ്പോൾ ഇതെല്ലാം തന്നെ അസറ്റ്സ് ആണ്. സോ നമ്മളത് ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ബാലൻസസിലേക്ക് നോക്കുമ്പം ആദ്യമേ സെയിൽസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് കാണിക്കുന്നത്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്ന പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. ദെൻ അടുത്തത് ഷെയർ ക്യാപിറ്റൽ ഈക്വിറ്റി ആണ്. സോ ബാലൻസ് ഷീറ്റിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. സോ ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുക. റിസർവ് ഫണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്, റിസീവ് ചെയ്തിട്ടുള്ള ഒരു ഇൻകമാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്യുക. ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2025 വാസ് വർത്ത് ₹82,000. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ബാലൻസ് ഷീറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. then അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ ആ ഡിഫറൻസ് നമ്മളതിൽ റെക്കോർഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിപ്രീഷിയേറ്റ് ഫിക്സഡ് അസറ്റ്സ് അറ്റ് 10%. എല്ലാ ഫിക്സഡ് അസറ്റ്സും ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഫിക്സഡ് അസറ്റ്സ് തന്നിട്ടുണ്ടോ അതെല്ലാം 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതുക. അതുപോലെ തന്നെ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂ എഴുതുമല്ലോ, ആ ഫിക്സഡ് അസറ്റ്സിൽ നിന്നും ആ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ഫൈനൽ എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാനായിട്ട്. ഇനി മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 50%. 50% ഇൻകം ടാക്സിന്മേൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഷൻ്റെ എമൗണ്ട് നമ്മൾ ടാക്സ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻസിൻ്റെ അണ്ടറിലും നമ്മളിത് റെക്കോർഡ് ചെയ്യണം. ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യമേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് അതേപോലെ തന്നെ ഒന്ന് വരയ്ക്കുക. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. ഇപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണോ അതിൽ നിന്നും അവർക്ക് എന്തൊക്കെയാണോ ഇൻകം കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രയൽ ബാലൻസിനുള്ളിൽ സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ കാണിക്കേണ്ടത്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ സെയിൽസിൽ നിന്നുള്ള ഇൻകം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ എമൗണ്ടിനെ അവിടെ കാണിക്കാം. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് അതർ ഇൻകം ആണ്. അപ്പോൾ ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നല്ലാതെ വേറെ എന്തെങ്കിലും സോഴ്സസിൽ നിന്നും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരേ ഒരു ഇൻകം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ അതർ ഇൻകത്തിൽ കാണിക്കേണ്ടത്. അപ്പോൾ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് അതേപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇനി വേറെ ഇൻകം ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസും അതർ ഇൻകം രണ്ടും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. 3,55,000 ടോട്ടൽ റവന്യൂ കിട്ടും.
നമ്മൾ ചെയ്യേണ്ടത് എക്സ്പെൻസസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പെൻസസിന് ഹെഡിങ് കൊടുക്കുക. ദെൻ അതിന് താഴെ ഫസ്റ്റത്തെ ഹെഡ് എന്ന് പറയുന്നത് പർച്ചേസസ് ആണ്. അപ്പോൾ പർച്ചേസസിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ട്രയൽ ബാലൻസിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് അതേപോലെ തന്നെ എഴുതുക. 2,45,000 എന്ന് എമൗണ്ട് എഴുതുക. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇൻവെൻട്രിയിൽ എന്താണോ ചേഞ്ച് സംഭവിച്ചത് അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 82,000 ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 75,000 ആണ്. അപ്പോൾ അത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 7,000 ആണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ 7,000 നമ്മളിവിടെ ബ്രാക്കറ്റിലാണ് നോട്ട് ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ് നമ്മളവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ എക്സ്പെൻസസിൻ്റെ അണ്ടറിലാണല്ലോ നമ്മൾ ഈ പറയുന്ന ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്ന് പറയുന്ന കേസ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കാണ് അധികമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് അതേപോലെ തന്നെ എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്കാണ് എക്സസ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് നമ്മുടെ കയ്യിലൊരു അസറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം മാത്രം നമ്മൾ ബ്രാക്കറ്റിലിട്ട് നെഗറ്റീവ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറയുന്നത്. ദെൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പർച്ചേസസിൽ നിന്നും ആ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ജസ്റ്റ് ഒന്ന് ലെസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് താഴെ ഒന്ന് എഴുതുക. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. അതായത് എംപ്ലോയീസിന് എന്തൊക്കെ, അതായത് എംപ്ലോയി വെൽഫെയറിന് റിലേറ്റഡ് ആയി എന്തെല്ലാം എക്സ്പെൻസസ് ആണോ കമ്പനിക്ക് വന്നിട്ടുള്ളത് അതാണ് ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഹെഡിൻ്റെ താഴെ ഒന്നിലധികം ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിലാണത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണിക്കേണ്ടത്. അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഐറ്റംസ് തന്നിട്ടുണ്ട്, വേജസും അതുപോലെ തന്നെ സാലറീസും. രണ്ടും നമ്മൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നോട്ട്സ് ടു അക്കൗണ്ടിൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വേജസ് ആൻഡ് സാലറീസ് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് അവിടെ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് 57,500 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ റെക്കോർഡ് ചെയ്യുക. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫിനാൻസ് കോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിനാൻസ് കോസ്റ്റിൻ്റെ ഒരു ഇൻഫർമേഷനും നമുക്ക് തന്നിട്ടില്ല. സോ അതുകൊണ്ട് അവിടെ നിന്ന് എഴുതിയാൽ മതി, പ്രത്യേകിച്ച് അവിടെ ഒന്നും എഴുതാനായിട്ടില്ല. ഇനി അടുത്തതാണ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഡിപ്രീഷിയേറ്റ് ഫിക്സഡ് അസറ്റ്സ് അറ്റ് 10%. എല്ലാ ഫിക്സഡ് അസറ്റ്സിനും 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ജസ്റ്റ് ഒന്ന് എഴുതുക. എന്നിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിൽ വന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാം. നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നോക്കുക, ഫിക്സഡ് അസറ്റ്സ് എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നോക്കുക. ആദ്യമേ പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആദ്യമേ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മെഷീനറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 29,000 ആണ്. അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 2,900 എന്ന് കിട്ടും. ഇനി ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്ന അസറ്റ്സ് ഉണ്ട്, അത് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ആണ്. സോ അതിന്മേൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ബുക്ക് വാല്യൂ 17,000 ആണ്. അതിൻ്റെ 10% കണ്ടുപിടിക്കുക. അപ്പോൾ 1,700 എന്ന് കിട്ടും. ഇനി ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് തന്നിട്ടുണ്ട്, പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. അപ്പോൾ അതിന്മേലും നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇവിടെ ഫിക്സഡ് അസറ്റ്സിൽ എല്ലാത്തിന്മേലും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഫിക്സഡ് അസറ്റ്സിന്മേലും നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്കിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 4,830 ആണ്. അപ്പോൾ അതിൻ്റെ 10% കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ എല്ലാ ഡിപ്രീസിയേഷൻ്റെയും അമോർട്ടൈസേഷൻ്റെയും എമൗണ്ട് ഒന്ന് ടോട്ടൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 5,083 എന്ന് കിട്ടും. ഈ എമൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്യുക. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് അതർ എക്സ്പെൻസസ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻസസിലൊന്നും പെടാത്ത എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതർ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ ആണ് നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതർ എക്സ്പെൻസസ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് റെൻറ്റ് തന്നിട്ടുണ്ട്, അത് അതർ എക്സ്പെൻസസ് ആണ്. പിന്നെ അതുപോലെ തന്നെ സൺട്രി എക്സ്പെൻസസ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ റെക്കോർഡ് ചെയ്യും. ഇനി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ എക്സ്പെൻസസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തല്ലോ, ആ എക്സ്പെൻസസുകൾ എല്ലാം തന്നെ ഒന്ന് ആഡ് ചെയ്യുക. ടോട്ടൽ എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ടോട്ടൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടോട്ടൽ എക്സ്പെൻസസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇൻകത്തിൽ റവന്യൂവിൽ നിന്നും എക്സ്പെൻസസ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ടോട്ടൽ റവന്യൂവിൽ നിന്നും എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എക്സ്പെൻസസ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 42,417 എന്ന് കിട്ടും. അത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള എമൗണ്ട് ആണ്. സോ ആ എമൗണ്ട് അതേപോലെ തന്നെ അവിടെ എഴുതുക.
ഇനി അടുത്തതായിട്ട് ടാക്സ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 50%. 50% പ്രൊവിഷനാണ് ചാർജ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ 50% കണ്ടുപിടിക്കുക, അത് പ്രൊവിഷനാക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ ടാക്സ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ 50%, 42,417 50% കണ്ടുപിടിക്കുക. അതാണ് ടാക്സ് എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ നമ്മൾ എഴുതേണ്ടത്. ദെൻ അതിനുശേഷം അടുത്ത ഹെഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ പ്രൊവിഷനായിട്ട് നമ്മൾ മാറ്റി വെച്ചത്, അത് ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ലെസ് ചെയ്യുക. പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും ടാക്സ് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ അതിന് നേരെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് എഴുതാം, ആ എമൗണ്ട് എഴുതാം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് വരാം. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് എഴുതാം. ആദ്യമേ അസറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അസറ്റ്സിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. നോൺ കറണ്ട് അസറ്റിൽ ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇനി അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടോ അതെല്ലാമാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ബുക്ക് വാല്യൂ ചെയ്ത് 29,000. ഇനി അതിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ ആ ഡിപ്രീസിയേഷൻ ജസ്റ്റ് ഒന്ന് ലെസ് ചെയ്യാം. 10% ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. അതുപോലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആണ്. അതും പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 17,000 ആണ്. ഇനി അതിലും ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, 10% ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് ലെസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് കോളത്തിൽ എഴുതാം. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രമാണ് ഇവിടെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ വരുന്നുള്ളൂ. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യാം. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ ഗുഡ് വില്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനിടയിൽ കുറേ കാര്യം നോൺ കറണ്ട് അസറ്റിൽ ആകെ കുറച്ച് ഐറ്റംസ് ഇതിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് ഫുൾ എഴുതിയിട്ട് തന്നിട്ടില്ലാത്ത ഐറ്റംസിന് നേരെ എമൗണ്ടിന് നേരെ നിൽന്ന് എഴുതിയാലും മതി. അല്ലാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഐറ്റംസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതിയാലും മതി. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ പേറ്റൻറ്റും ട്രേഡ് മാർക്കുമാണ് തന്നിരിക്കുന്നത്. സോ അത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ അണ്ടറിലാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റ് അപ്പോൾ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് എഴുതാം. എന്നിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് വരും. അക്കൗണ്ടിൽ പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്കിൻ്റെ ബുക്ക് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആ ബുക്ക് വാല്യൂ അതേപോലെ തന്നെ എഴുതാം. ഇനി അതിൽ അമോർട്ടൈസേഷൻ ഉണ്ട് അല്ലേ, ആ അമോർട്ടൈസേഷൻ്റെ എമൗണ്ട് അതിൽ നിന്ന് ലെസ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ഫൈനൽ എമൗണ്ട് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ വേറെ നോൺ കറണ്ട് അസറ്റ്സ് ഒന്നും ഇല്ല. സോ നമുക്ക് നേരെ കറണ്ട് അസറ്റ്സിലേക്ക് വരാം. കറണ്ട് അസറ്റ്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. അതിന് താഴെ ഫസ്റ്റത്തെ ഐറ്റം ഇൻവെൻട്രീസ്. അപ്പോൾ ഇൻവെൻട്രീസിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് ഒന്ന് വരിക. ഇൻവെൻട്രീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സ്റ്റോക്ക് എപ്പോഴും കാണിക്കുമ്പോൾ ഏത് സ്റ്റോക്ക് ആയിരിക്കും കാണിക്കുക? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ബാലൻസ് ആയിരിക്കുമല്ലോ കാണിക്കുക, ആ വാല്യൂ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 82,000 എന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. സോ ആ എമൗണ്ട് ആണ് ഇൻവെൻട്രീസിന് താഴെ സ്റ്റോക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ 82,000 എന്നുള്ളത് ഇൻവെൻട്രീസ് എന്നതിന് നേരെ ബാലൻസ് ഷീറ്റിൻ്റെ അവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്യുക. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രേഡ് റിസീവബിൾസ് തന്നിട്ടുണ്ട്. റിസീവബിൾസിൽ പല ഐറ്റംസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ നോട്ട്സ് ടു അക്കൗണ്ടിലാണ് ആ ഒരു കാൽക്കുലേഷൻ ചെയ്യാം. ഇപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ ട്രേഡ് റിസീവബിൾസ് എഴുതാം. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ബിൽസ് റിസീവബിളും അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സും ഒക്കെ ഉണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് ഡെപ്റ്റേഴ്സ് മാത്രമാണ് തന്നിരിക്കുന്നത്. സോ ഡെപ്റ്റേഴ്സ് എന്ന് എഴുതാം. അതിൻ്റെ എമൗണ്ട് 37,500 എന്നുള്ളത് ടോട്ടൽ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിലും വന്നിട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷ് ഈക്വലൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് വരിക. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ ഇവിടെ ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്? ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മുടെ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള എമൗണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആഗ്രിഗേറ്റ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുക. അസറ്റ്സ് എല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ അസറ്റ്സിൻ്റെയും ടോട്ടൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ടോട്ടൽ അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഈക്വിറ്റി എന്ന് പറഞ്ഞ് എഴുതാം. അതിൽ ഷെയർ ക്യാപിറ്റലാണ് ആദ്യത്തെ ഐറ്റം.
ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട്സ് ടു അക്കൗണ്ടിലാണ്. സോ നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് വരിക. അക്കൗണ്ടിൽ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതുക. നമുക്കിവിടെ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണെന്ന് പറയുന്നുണ്ട്. സോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി അതിൽ നമ്പർ ഓഫ് ഷെയർസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക കേട്ടോ. 10,000 ഈക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഫുള്ളി പെയ്ഡ് അപ്പ് ആണെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഇനി അതിൻ്റെ എമൗണ്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. 1 lakh എന്ന് പറയുന്ന എമൗണ്ട് എഴുതാവുന്നതാണ്. ഇനി ഈ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ വന്ന് റെക്കോർഡ് ചെയ്യാം. ഇനി ഷെയർ ക്യാപിറ്റലിന് പുറമെ വേറെ എന്തെങ്കിലും ഈക്വിറ്റി ഉണ്ടെങ്കിൽ അതിനെ അതർ ഈക്വിറ്റി എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതർ ഈക്വിറ്റി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ എഴുതുക. അതിൽ മെയിനായിട്ടും റിസർവ്സ് ആൻഡ് സർപ്ലസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ട് എങ്ങനെയാണെന്നുള്ളത് നോട്ട്സ് അക്കൗണ്ടിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നോട്ട്സ് അക്കൗണ്ടിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതിൽ റിസർവിൻ്റെ എമൗണ്ട് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു 15,500. ഇനി അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ട്രയൽ ബാലൻസിനുള്ളിൽ 31/3/2024 ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടല്ലോ. ആ എമൗണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് ഒന്ന് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഇയറിലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഇല്ലേ, അതാണ് അടുത്തതായിട്ട് ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റിസർവിനോടൊപ്പം ഈ പറഞ്ഞ പ്രോഫിറ്റ് രണ്ടും, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്രോഫിറ്റും ഓപ്പണിംഗ് ഡേറ്റിലുള്ള പ്രോഫിറ്റും ഒന്ന് ആഡ് ചെയ്യാം. ഇനി അതിൽ നിന്നും നമ്മൾ ഈ വർഷം ഡിവിഡൻഡ് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് പേ ചെയ്തപ്പം നമ്മുടെ ആ ഒരു പ്രോഫിറ്റിലെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നും ലെസ് ഡിവിഡൻഡ് പെയ്ഡ് എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ഫൈനൽ കോളത്തിലേക്ക് നമ്മൾ എഴുതേണ്ടത്. വർക്കിങ്സ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യാം, ബാലൻസ് ഷീറ്റിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഈക്വിറ്റി കഴിഞ്ഞു. ഇനി അടുത്തത് ലയബിലിറ്റീസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ലയബിലിറ്റിയിൽ ആദ്യമേ നോൺ കറണ്ട് ലയബിലിറ്റി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ലോങ് ടൈം നേച്ചറിലുള്ള ലയബിലിറ്റീസ് ഒന്നും തന്നെ തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കവിടെ നിൽന്ന് കൊടുക്കാം. ഇനി അടുത്തത് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിൻ്റെ താഴെ ആദ്യമേ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ട്രേഡ് പേയബിൾസ് ആണ്. ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടല്ലോ. സോ ട്രേഡ് പേയബിൾസ് എന്ന് എഴുതുക. പേയബിൾസിൽ ക്രെഡിറ്റേഴ്സിൻ്റെയും ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ എമൗണ്ട് അതേപോലെ തന്നെ എടുത്തെഴുതുക. ദെൻ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആണ്. ഷോർട്ട് ടൈം പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രൊവിഷനാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ടൈം പ്രൊവിഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളിവിടെ ടാക്സേഷന് വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ എമൗണ്ട് ആണ് ഇവിടെ പ്രൊവിഷൻ്റെ നേർക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻസ് എടുക്കുക. എന്നിട്ട് ആ പ്രൊവിഷനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് നോക്കിക്കേ, 21,209. ആ എമൗണ്ട് ആണ് നമ്മളിവിടെ പ്രൊവിഷൻസിൻ്റെ നേരെ കാണിക്കേണ്ടത്. അപ്പോൾ ഇത്രയും എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ലയബിലിറ്റിയും ഈക്വിറ്റിയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റിയും രണ്ടും തമ്മിൽ ടാലി ആവണം.